എന്താണ് അജിത് അജിത്. നമസ്കാരം. വീട്ടിലുള്ള മാം അതിശയിക്കുന്നുണ്ടായിരിക്കും. മാം വരുന്നതിന് മുമ്പ് ഞാൻ ഇവിടെ സംസാരിച്ചിട്ടില്ല. ഇവിടെ എനിക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ കുറെ കർമ്മയോഗികൾ ഉള്ളതുകൊണ്ട് ഞാനിപ്പോ മൈക്ക് തൊട്ടിട്ടുണ്ട്. അപ്പോ ഇന്നിവിടെ കൂടി എല്ലാവരോടും ഞാൻ ആദ്യമായി നന്ദി പറയുന്നുണ്ട്. ഇങ്ങനൊരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ എല്ലാവരും ഇവിടെ ഒത്തുചേർന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷം. ഇവിടെ സംസാരിച്ച എല്ലാവരും തന്നെ വളരെ പോസിറ്റീവായ രീതിയിലും മിത്രമേളയുടെ ആശയം നല്ലപോലെ ഉൾക്കൊണ്ടുകൊണ്ട് അതിന് കൂടുതൽ പ്രചോദനം നൽകുന്ന വിധത്തിലാണ് ഇവിടെ പ്രസംഗിച്ചത് എന്നത് വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. അതിലിപ്പം മുഖ്യ പ്രഭാഷകരായി വന്നവരിൽ 2-3 പേർക്ക് ഇപ്പം പോകേണ്ടതായിട്ട് അത്യാവശ്യം പോവുകയാണ്. മറ്റുള്ളവരും വളരെ പ്രസന്നതയും പ്രചോദനവും എല്ലാം പ്രസരിപ്പിക്കുന്ന ഒരു പ്രസംഗമാണ് ഇവിടെ നടത്തിയത്. അതെനിക്ക് വളരെ സന്തോഷമുണ്ട്. അത് പിന്നെ മറ്റുള്ളവരെ സംബന്ധിച്ച് അതൊരു പുതിയ വിഷയമല്ല. കാരണം അത് എല്ലായിടത്തും എല്ലാ വേദികളിലും അത് തന്നെയായിരിക്കും നടക്കുന്നത്. പക്ഷെ ഈ വേദിയിൽ പറഞ്ഞ പോലെ നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത് മനുഷ്യരുടെ ഇടയിലെ ഐക്യവും സമാധാനവും സന്തോഷവും ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയാണ്. ഇന്ന് ചിന്ന ഭിന്നമായിക്കൊണ്ടിരിക്കുന്ന പല തരത്തിലുള്ള സമൂഹത്തിലെ വ്യവസ്ഥിതികൾക്ക് ഇടയിൽ നമ്മൾ ഇതുപോലുള്ളൊരു ആശയം വളർത്തിക്കൊണ്ടുവരിക വളരെ ആവശ്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ബുക്കയുടെ കാര്യം പറഞ്ഞല്ലോ, അതുപോലത്തെ ഒരു സാഹചര്യമാണല്ലോ നിലനിൽക്കുന്നത്. വോളറ്റിലിറ്റി, അൺസർട്ടനിറ്റി, കോംപ്ലക്സിറ്റി ആൻഡ് ആംബിഗ്വിറ്റി. ഇങ്ങനെയുള്ള ഒരു സാഹചര്യങ്ങളുടെ ഇടയിൽ ക്ലാരിറ്റി എന്ന് പറഞ്ഞ ഒരു സാധനം മനുഷ്യർക്ക് വളരെ ആവശ്യമാണ്. അപ്പൊ ക്ലാരിറ്റിയോട് കൂടി എങ്ങനെ യൂണിറ്റി സാധ്യമാക്കുക എന്നതാണ് നമ്മൾ മിത്രമേള ഇവിടെ പ്രാവർത്തികമാക്കി കാണിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. അപ്പൊ അതിനായി നമ്മൾ എല്ലാവരും കൂടി ഒത്തുചേർന്നിരിക്കുകയാണ്. എല്ലാവരും നല്ല രീതിയിൽ സഹകരിച്ചു. അതിലേക്ക് വളരെ സന്തോഷമുണ്ട്. ഇനി നമുക്ക് ഉള്ള കുറച്ച് സമയത്തിൽ ഏതായാലും പേർക്ക് ചില സംശയങ്ങളോ ചോദ്യങ്ങളോ ഉണ്ടെന്നാണ് ഞാൻ അറിയിക്കുന്നത്. അത് നമുക്ക് പരിഹരിക്കാൻ നോക്കാം. അപ്പോൾ മാഷ് എന്താണ് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് ചോദിച്ചോളൂ. അല്ല നമസ്കാരം. ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഈ ചെസ് കമ്പിൾ എന്ന് പറയുമ്പോൾ ചർച്ച്, മോസ്ക്, ടെമ്പിൾ, അപ്പൊ ഒരു മതമായിട്ടാണ് നമ്മുടെ ഏറ്റവും വലിയ മുദ്രാവാക്യം. അതായത് നമ്മുടെ സന്ദേശം. എന്റെ സംശയം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പ്രസംഗത്തിലൂടെ മതമായിട്ട് നടത്തുന്നതിനപ്പുറത്തേക്ക് ഞാനൊരു ചോദ്യമാണ് നിങ്ങളോട് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്റെ മകൻ ഒരു ചേച്ചിയുടെ മോളെ സ്നേഹിച്ചാൽ നിങ്ങൾ വിവാഹം കഴിച്ചു കൊടുക്കാൻ തയ്യാറാവോ എന്നാണ് എനിക്കറിയുന്നത്. അതിലൂടെയാണ് നമ്മുടെ മതമായിട്ട് രൂപീകരിപ്പിക്കേണ്ടത്. ഞാൻ തയ്യാറാണ്. എന്റെ മകൻ ഏത് മതത്തിൽ വിവാഹം കഴിച്ചാലും വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പൊ അതുപോലെ ഈ മതമായിട്ട് ഊട്ടിയുറപ്പിക്കാനായിട്ട് നമുക്ക് നമ്മുടെ ഈ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് എന്തുകൊണ്ട് വ്യത്യസ്ത മതങ്ങളിൽ വിവാഹം കഴിക്കുന്നത് അത് അംഗീകരിക്കാൻ സന്നദ്ധമാവാത്ത മാതാപിതാക്കൾ ഒരുപാട് അതിനെ എതിർക്കുന്നുണ്ട്. ആ എതിർപ്പ് മാറ്റം വരുത്തേണ്ട കാലമല്ലേ ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാലം. അപ്പൊ നമുക്ക് അതിനെ കുറിച്ചാണ് എനിക്ക് ചോദിക്കാനുള്ളത്. മതമൈത്രിയെ കൂടുതൽ യോജിപ്പിക്കണമെങ്കിൽ ഇത്തരം വിവാഹങ്ങൾ നടത്തേണ്ടതുണ്ട്. അപ്പോഴാണ് കൂടുതൽ പ്രാക്ടിക്കലായ ഒരു മതമൈത്രി നിലവിൽ വരിക എന്ന് എന്റെ ആശയമാണ്. അതിനെ സ്വാമിജി മറുപടി തരും. വളരെ സന്തോഷം. നല്ലൊരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. പക്ഷെ അത് വളരെ ഗംഭീരമായ ചോദ്യമാണ്. അത്ര എളുപ്പത്തിൽ ഉത്തരം പറയാൻ പറ്റില്ല. എന്നാലും ഞാൻ പറയാം. വളരെ നല്ല ചോദ്യമാണ്. സീരിയസ് ആയ ഒരു ചോദ്യം. മതമൈത്രിയെ കുറിച്ച് നമ്മൾ നാടൊട്ടാകെ പലരും പറഞ്ഞു നടക്കുന്നത് കേട്ടു വരുന്ന ഒരു കാലം തന്നെയാണ്, അല്ലേ? അദ്ദേഹം സൂചിപ്പിച്ചതും അതാണ്. പലയിടത്തും വാക്കാൽ ആളുകൾക്കെല്ലാം പറയാൻ പറ്റും, പ്രവൃത്തി പദത്തിൽ വരുമ്പോഴാണ് പ്രശ്നം.
നമ്മൾ പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്നത് വേറെ. പക്ഷേ ഇത് ചരിത്രമേളാണ്ട് ചുക്കാൻ പിടിക്കുന്നത് ആരാണെന്ന് ആദ്യം നമുക്കൊന്ന് നോക്കാം. കർമ്മയോഗികൾ. കർമ്മയോഗികൾ എന്ന് പറഞ്ഞാൽ അവർ സാത്വികരായ ആളുകളാണ്. ഉയർന്ന തലത്തിൽ ചിന്ത ബോധമണ്ഡലം എത്തിയ ആളുകളാണ്. അങ്ങനെ ഉയർന്ന തലത്തിൽ ബോധമണ്ഡലം ഉയർന്ന അവസ്ഥയിൽ നിൽക്കുന്നവർക്ക് ജാതി, മതം, വർഗം, വർണ്ണം, രാഷ്ട്രീയം ഇതെല്ലാം തന്നെ വെറും ബാഹ്യതലത്തില് നമ്മളുടെ വേഷം എങ്ങനെയാണോ നമുക്ക് ഉള്ളിൽ കളഞ്ഞിട്ട് വേറെ വേഷം ധരിക്കുക അതുകൊണ്ടുള്ള നിസ്സാരമായ കാര്യങ്ങളാണ് എന്നത് വളരെയധികം ഉള്ളുകൊണ്ടിട്ട് വ്യക്തത ഉള്ള ആളുകളാണ്. പക്ഷെ ബാഹ്യം നമ്മൾ കഴിയുന്ന സമൂഹത്തിൽ ഇത് അത്ര എളുപ്പമായിട്ട് ഈ സാത്വികർക്ക് പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സാഹചര്യമില്ല. പല വീടുകളിലും പല അച്ഛനമ്മമാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്ക് വേണമെങ്കിൽ എൻ്റെ മകൻ്റെ വേറൊരു മതത്തിൽപ്പെട്ട ഒരു വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ മകളെ ഞാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് സമ്മതിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ എൻ്റെ ബന്ധുക്കൾ എന്ത് പറയുമെന്നാണ് ഞാൻ പേടിക്കുന്നത്. എൻ്റെ അയൽവാസികൾ എന്ത് പറയും, എൻ്റെ മറ്റു വേണ്ടപ്പെട്ട വേറെ ആളുകൾ എന്ത് പറയും, ഇതാണ് അവരുടെ ഭയം. അതെന്തുകൊണ്ട്? കാരണം അവർക്ക് പ്രശ്നമില്ല, അവർ ഉയർന്ന തലത്തിൽ ചിന്തിക്കുന്നവരാണ്. അപ്പൊ അങ്ങനെയുള്ള പല ആളുകളുമാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത്. അപ്പോ എന്തുകൊണ്ടാണ് ആ പ്രശ്നം അങ്ങനെ നിലനിൽക്കുന്നത്? കാരണം സമൂഹം ചില വ്യവസ്ഥിതികൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനെ മറികടക്കാൻ അത്ര എളുപ്പമല്ല. അതിന് ഏതെങ്കിലും ഒരു അതിലും വലിയൊരു ശക്തിയുടെ പിന്താങ്ങ് വേണം. ഇന്ന് മിത്രമേള ആ പിന്താങ്ങാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരും ഏതെങ്കിലും ഒരു കുടുംബത്തിൽ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു വിഷയമുണ്ടെങ്കിൽ നിങ്ങളെ പിന്തുണയ്ക്കാൻ മിത്രമേള കൂട്ടമുണ്ടായിരിക്കും എന്ന് നിങ്ങൾക്ക് ഞാനിവിടെ വാക്ക് തരികയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മതം, ജാതി, ഈ വക സംഗതികളെല്ലാം തന്നെ സമൂഹത്തിലെ യാഥാർത്ഥ്യങ്ങളാണ്. വർത്തമാന സമൂഹത്തിലെ നമുക്ക് ഭാവിയിൽ പോകുമ്പോഴത്തേക്ക് ഇത് ഇല്ലാതാകണം. നമ്മുടെ ഇനി വരുന്ന തലമുറയ്ക്ക് അവരുടെ സർട്ടിഫിക്കറ്റുകളിൽ ജാതി ഏതാണ്, മതം ഏതാണെന്ന് കാണിക്കാൻ ഇടവരാത്ത ഒരു കാലമാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അതിന് നമ്മൾ വിചാരിച്ചാൽ മാത്രമേ സാധിക്കൂ. അതിനാണ് നമ്മളെല്ലാവരും കൂടെ ഒത്തുകൂടിയിരിക്കുന്നത്. മനുഷ്യത്വം അതാണ് ഏറ്റവും പ്രധാനം, അല്ലെ? ആ മനുഷ്യത്വം വളർത്തിയെടുക്കുന്നതിന് വേണ്ടി നമ്മൾ ഈ വക സംഗതികളെ ഏത് രീതിയിലും നേരിടാൻ തയ്യാറായിട്ട് വേണം മുമ്പോട്ട് പോകാൻ. അപ്പോൾ മാഷ് ഉന്നയിച്ച ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ ഇവിടെ പരോക്ഷമായിട്ട് തന്നിട്ടുണ്ട്. അത് പ്രത്യക്ഷമായിട്ട് ഇനി അനുഭവങ്ങളിൽ സാഹചര്യങ്ങളിലൂടെ മനസ്സിലാക്കിക്കൊള്ളു. ഓക്കെ, താങ്ക് യു. ആർക്കെങ്കിലും അടുത്ത ചോദ്യം? അടുത്ത ചോദ്യം ചോദിക്കുന്നത് ജിനൻ. അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. ഇതുവരെ ശാസ്ത്രത്തിന് പ്രപഞ്ചത്തിന്റെ അടിസ്ഥാനത്തെ തിരിച്ചറിയാനായിട്ടില്ല എന്ന് പറഞ്ഞു. ഇനി ഏത് സിസ്റ്റമിൽ നിലവിൽ വന്നാലാണ് ഇത് സാധ്യമാക്കുക എന്ന് പറഞ്ഞു. അത് എന്തുകൊണ്ടാണ്? അതൊരു വേറൊരു ചോദ്യം. നമുക്ക് ഇതുപോലുള്ള നേരത്തെ ചോദിച്ച ചോദ്യത്തിന്റെ ഒരു അനുബന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ നമ്മൾ നോക്കണം. ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തന്നെ പറയുന്നത് നമ്മള് തെരഞ്ഞെടുപ്പ് കാലത്ത് ഇതൊന്നും പറയുന്നത് ഇന്ന് കേരളത്തിൽ തന്നെ ഒരു സ്ഥാനാർത്ഥി നിർണ്ണയിച്ച് നോക്കുമ്പോൾ അവിടെ ഒരു സ്ഥാനാർത്ഥി വരുന്നത് ആ ഒരു സമൂഹത്തിൽ ഏത് സമൂഹത്തിലാണ് അവിടെ പ്രാതിനിധ്യം അല്ലെങ്കിൽ ഭൂരിപക്ഷം അവിടെയാണ്. അപ്പോ ഈ ക്ലാസ് ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും സമാന ചിന്താഗതിയുള്ളവരാണ്. നമ്മളെല്ലാവരും ആ ലൈനിലെ പോകുന്നത്. പക്ഷെ ഇതിൽ നിന്ന് ഇപ്പോ മേഡത്തിന്റെ യൂട്യൂബ് ഫോളോവർ കൂടിയല്ല. മേഡം പറഞ്ഞു നമുക്ക് എന്താണോ എന്താണോ നമുക്ക് പറ്റാത്ത കാര്യം അത് ചെയ്യുമ്പോൾ അപ്പോൾ ഇതുപോലെ സമാന മനസ്കരെ ഉൾപ്പെടുത്താതെ വിഭിന്നമായിട്ട് ചിന്തിക്കുന്നവർ
നേരത്തെ ഒരു സാധനം പറഞ്ഞു, ഇവിടെ മൊത്തം യുവാക്കളുടെ അഭാവം അവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അടുത്ത ക്ലാസ്സുകളിൽ ഒരു നിർദ്ദേശം നല്ല കാര്യം. മാഷിപ്പോ ഇവിടെ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. അത് ആദ്യം ചോദിച്ചത് ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ശാസ്ത്രത്തിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ആധുനിക ശാസ്ത്രം എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കേണ്ടതായിട്ട് വരും. ശാസ്ത്രം എന്താണോ ഉള്ളത് അതിനെ കണ്ടുപിടിക്കാൻ വേണ്ടുന്ന നടത്തുന്ന ഒരു പരിശ്രമമാണ്. മറഞ്ഞിരിക്കുന്നതിനെ അതിനെ കണ്ടെത്താൻ കഴിയും. നമ്മളിപ്പോൾ ഡിസ്കവറി, ഇൻവെൻഷൻ എന്നൊക്കെ നിങ്ങൾ പദങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ശരിക്കും ശാസ്ത്രം നടത്തുന്നത് എല്ലാം എവരിത്തിങ് ഈസ് എ ഡിസ്കവറി, നോ ഇൻവെൻഷൻ അറ്റ് ഓൾ. കാലം അനുവദിക്കുമ്പോൾ മാത്രമാണ് ഓരോ കാര്യങ്ങൾ നമ്മൾക്ക് അനുവദിച്ചു കിട്ടുന്നത്. ഇവിടെ റേഡിയോ തരംഗങ്ങൾക്കുള്ള സാധ്യത വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിട്ടും ആ റേഡിയോ തരംഗങ്ങൾ കണ്ടുപിടിക്കേണ്ട കാലത്ത് മാത്രമാണ് അത് കണ്ടുപിടിച്ചത്. അപ്പൊ എന്തുകൊണ്ടാണ്? കാരണം കാലം അതിന്റെ ഒരു ഒഴുക്കിലാണ്. ആ ഒഴുക്കിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ്. അത് ചാക്രികമായിട്ട് പോകുമ്പോൾ അത് അനുവദിക്കേണ്ട സമയത്ത് അനുവദിക്കുന്നു. നമ്മൾക്ക് ഒരു 300 വർഷം മുമ്പ് TV മൊബൈൽ ഇല്ലായിരുന്നു. അതെന്തുകൊണ്ട്? അന്നത്തെ ആളുകൾക്ക് ബുദ്ധിയില്ലായിരുന്നോ? അവർക്കത് കണ്ടുപിടിക്കാൻ പറ്റില്ലായിരുന്നോ എന്ന് ചോദിച്ചിട്ട് ഗുണമില്ല. ഓരോന്ന് കണ്ടുപിടിച്ച് നമ്മളിങ്ങനെ മുമ്പോട്ട് പോവാണ്. ശാസ്ത്രം അതാണ് ചെയ്യുന്നത്. അതില് അങ്ങനെ പോകുന്ന ഈ ശാസ്ത്രത്തിന് ആ സത്യത്തെക്കുറിച്ചുള്ള ആത്യന്തികമായി പ്രപഞ്ചത്തെ കുറിച്ചൊന്നും തന്നെ ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് ഞാനിപ്പോ ഇവിടെ ഇരുന്നുകൊണ്ട് എല്ലാ ശാസ്ത്രജ്ഞന്മാർക്കും ഈ ലോകത്തെ സകല ജീവികളുടെ അറിവിലേക്കായിട്ട് പറയുകയാണ്. ഈ ലോകത്തെ കുറിച്ച് ശാസ്ത്രത്തിന് ഒരു കാലത്തും ഒന്നും കണ്ടുപിടിക്കാൻ ആത്യന്തികമായി പറ്റില്ല. ശാസ്ത്രത്തിന് കണ്ടുപിടിക്കാൻ അനുവദിച്ചിട്ടുള്ള ഒരു പരിധി വരെ മാത്രം പോകാൻ പറ്റും. പക്ഷെ അത് നല്ലതാണ്. ആ ശാസ്ത്രത്തെ നമ്മൾ സ്വീകരിക്കണം. ശാസ്ത്രത്തിന് എന്തുകൊണ്ട് അതിന് ഒരു പരിധിക്കപ്പുറം പോകാൻ പറ്റില്ല എന്ന് ചോദിച്ചാൽ, നമുക്ക് ഇന്നലെ വരെ ഇല്ലാത്തൊരു സംഗതി ഇന്ന് ഉണ്ടായെങ്കിൽ നാളെ ഇങ്ങനെയും ഉണ്ടാവുമെന്നൊക്കെ തോന്നും. അതൊക്കെ അനുവദിക്കപ്പെട്ടിട്ടുള്ളതത്ര മാത്രമേ പറ്റൂ. ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് അനന്തമാണ്. എന്നുണ്ടെങ്കിൽ ഈ അനന്തതയുടെ അറ്റം കണ്ടുപിടിക്കാൻ നോക്കിയാണ് ശാസ്ത്രജ്ഞന്മാർ ഇപ്പോഴും. ബിഗ് ബാങ് തിയറി, ആ തിയറി, ഈ തിയറി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഈ ലോകം എവിടെയും ഉത്ഭവിച്ചു, തുടക്കവും അവസാനവും ഇല്ലാത്തതിന്റെ തുടക്കം അന്വേഷിച്ചെന്നാൽ എപ്പോഴെങ്കിലും ആ തുടക്കം നമ്മൾ കണ്ടെത്തും, അവസാനം കണ്ടെത്താൻ പറ്റൂ. ഇതൊന്നുമല്ല. ഈ പ്രപഞ്ചം ഈ വലിയ പ്രപഞ്ചമാണ്. ഈ അനന്തമായി കിടക്കുന്ന പ്രപഞ്ചത്തിൽ നമ്മളുടെ ഈ ഗാലക്സി പോലും, മിൽക്കി വേ എന്ന് പറയുന്ന ഗാലക്സി പോലും ഒരു ചെറിയ പൊട്ട് പോലെ മാത്രമേ ഉള്ളൂ. ശാസ്ത്രം നമ്മൾ വളരെയധികം സാങ്കേതിക വിദ്യ പുരോഗമിച്ചു. നമ്മൾ സ്പേസ് സയൻസിൽ പോലും വളരെയധികം ഡെവലപ്മെന്റ്സ് നടത്തി വരുന്ന ഈ കാലത്താണ് ഞാൻ പറയുന്നത്, ഈ സ്പേസ് സയൻസ് എത്ര ഡെവലപ്പ് ആയാലും ഈ പ്രപഞ്ചത്തിന്റെ ഏതെങ്കിലും അറ്റത്ത് നമ്മൾ എത്തുമോ? പൊക്കൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് എണ്ണാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എണ്ണിക്കൊണ്ടിരുന്നാൽ അത് എവിടെയെങ്കിലും തീരുമോ? അനന്തമല്ലേ? അതുപോലെ കടക്കുന്ന ഈ അനന്തത, അതിനെ നമ്മുടെ ഋഷിവന്മാരും മുമ്പേ വന്നിട്ടുള്ള എല്ലാവരും പറഞ്ഞിട്ടുള്ളത്, ഈ പ്രപഞ്ചത്തിന്റെ സത്യം തന്നെ അനന്തമാണ്. അനന്തതയെ കുറിച്ച് നമുക്ക് എങ്ങനെ വ്യാഖ്യാനിക്കാൻ പറ്റും? അനന്തതയെ എങ്ങനെ വാക്കുകളിൽ ഒതുക്കിയിട്ട് ചുരുക്കി പറയാൻ പറ്റുമോ? ആ അനന്തതയുടെ ഭാഗമാണ് നമ്മളല്ല. ആ ഭാഗമായിരിക്കെ അനന്തതയുടെ ഭാഗമായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ നമുക്കൊക്കെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, കുറച്ച് ചെയ്യാൻ പറ്റാതെ വരും. അത് കാലം അനുവദിച്ചതിനനുസരിച്ച് നമ്മൾ അതിനെ സ്വീകരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുക. അല്ലാതെ അന്ധമായിട്ട് ശാസ്ത്രമാണ് എല്ലാം എന്ന് ആരും തെറ്റിദ്ധരിക്കരുത് എന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ശാസ്ത്രത്തിന് എല്ലാം ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. ശാസ്ത്രത്തിന് അപ്പുറം ചില സത്യങ്ങൾ എന്നും ഒളിഞ്ഞിരിക്കൊണ്ട് ആ സത്യങ്ങളും അതിലും പ്രധാനപ്പെട്ടതാണ്. ശാസ്ത്രത്തിന് എല്ലാം കണ്ടുപിടിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ
നമുക്ക് ഈ പറഞ്ഞ ശാസ്ത്രയുഗമാണ് ഏറ്റവും ശ്രേഷ്ഠമായ യുഗം എന്ന് പറയുന്നത്. ഇത് ശാസ്ത്രയുഗമാണ്. നമ്മളിവിടെ സന്തോഷത്തോടുകൂടി സംതൃപ്തിയോടുകൂടി ഈ യുഗത്തെ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഈ യുഗത്തിനപ്പുറം മനോയുഗം, സത്യയുഗം എന്നൊക്കെ പറഞ്ഞ യുഗങ്ങൾ ഇനിയും വരും. അന്ന് നമുക്ക് ഈ പറഞ്ഞ പോലത്തെ മൊബൈൽ ഡിവൈസുകളിലൊന്നും ആവശ്യമില്ല. ബിക്കോസ് അവർ ബ്രെയിൻ, നേരത്തെ മാഡം പറഞ്ഞതുപോലെ, അത് വലിയൊരു ഇൻസ്ട്രുമെന്റ് ആണ്. നമ്മളതിനെ ഉപയോഗപ്പെടുത്തിയിട്ടില്ല. നമ്മളുടെ ഈ ശരീരം ഇത് തന്നെ ഒരു റോബോട്ടാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം നിങ്ങൾ ഇത് സങ്കല്പത്തിൽ റോബോട്ട്സ് എന്ന് പറഞ്ഞാൽ അതിൽ നിങ്ങൾ കുറെ വയർ, അതിൽ കുറെ മെഷീൻ പാർട്ടും അതിലൊക്കെയാണ് നിങ്ങൾ സങ്കല്പിക്കുന്നത്. നമ്മൾ കാണുന്ന റോബോട്ട്സിനേക്കാൾ എത്ര സോഫിസ്റ്റിക്കേറ്റഡ് റോബോട്ട് അല്ലേ നമ്മൾ. വി ആർ ബയോളജിക്കൽ കമ്പ്യൂട്ടേഴ്സ്. അപ്പൊ നമ്മൾ ഈ ഇതിനെ ശരിക്കും യൂട്ടിലൈസ് ചെയ്യാൻ പഠിച്ചിട്ടില്ല, ഇതിനെ മനസ്സിലാക്കിയിട്ടില്ല, ഒന്നും തന്നെ ഇല്ല. നമ്മളിവിടെ നേരത്തെ നമ്മൾ ഒരു മുഖ്യ പ്രഭാഷകൻ പറഞ്ഞതുപോലെ, നമ്മൾ ആദ്യം നമ്മളെ തിരിച്ചറിയണം. നമ്മളെ തിരിച്ചറിഞ്ഞിട്ടില്ല. ആ തിരിച്ചറിവൊക്കെ നടത്താൻ ശാസ്ത്രത്തിന് കുറെ പരിമിതികളുണ്ട്. അതുകൊണ്ട് ശാസ്ത്രത്തിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ശാസ്ത്രത്തിന് എല്ലാ കാര്യങ്ങളും സോൾവ് ചെയ്യാൻ പറ്റില്ല എന്നത് സത്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള പ്രസ്ഥാനങ്ങൾ എല്ലാം തന്നെ ശാസ്ത്രത്തെ സ്വീകരിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ചെസ്തമ്പതയും ദർശനങ്ങൾ എന്ന് പറയുന്നത് ശാസ്ത്രത്തിനെ നമ്മൾ സ്വീകരിക്കുന്നു. അതിൻ്റെ എല്ലാ ഗുണങ്ങളും നമ്മൾ ഉപയോഗപ്പെടുത്തി നല്ല രീതിയിൽ ജീവിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. പക്ഷെ ശാസ്ത്രത്തിന് അന്ധമായിട്ട് ശാസ്ത്രമാണ് എല്ലാം എന്ന് വിചാരിക്കേണ്ട. അതിനും അപ്പുറമുള്ള ഒരു ആത്മീയമായ ഒരു തലമുണ്ട്. അതെന്ന് പറയുന്നത് സൂക്ഷ്മതലമാണ്. അങ്ങോട്ടത്തേക്ക് ശാസ്ത്രത്തിന് എത്താൻ കുറച്ച് പ്രയാസമാണ്. അപ്പോൾ അതിനെ കുറിച്ചിട്ട് ഇവിടെ നേരത്തെ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ ചെസ്തമ്പലൻ ഇത് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോയാൽ അപ്പോൾ അതിൻ്റെ വിശദമായ കാര്യങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ ഈ പ്യുവർ ലൈഫ് എനർജിയെ കുറിച്ചിട്ടും ഫണ്ടമെന്റൽ ലെവൽ ഓഫ് സയൻസിനെ കുറിച്ചൊക്കെ നമുക്ക് വിശദമായി പറയേണ്ടിയൊക്കെ വരും. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ചോദിച്ച വ്യക്തിയോട് എനിക്ക് ഒരു അപേക്ഷയുണ്ട്. കൂടുതലായിട്ട് അങ്ങേക്ക് വ്യക്തിപരമായിട്ട് അറിയാനാണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ അങ്ങേക്ക് എന്നെ വന്ന് കാണാം. ഏതെങ്കിലും ഒരു ദിവസം എന്നെ വന്ന് കണ്ടാൽ നമുക്ക് വൈകിട്ട് ഇന്ന് 5 മണിക്ക് ശേഷം ഏത് ദിവസം വന്നാലും ഓഫീസിൽ വന്നാൽ നമുക്ക് ഇന്ന് കാര്യമായിട്ട് ഇന്ന് സംസാരിക്കാം. പിന്നെ ഇപ്പൊ ഇവിടെ വേറൊരു കാര്യം അദ്ദേഹം രണ്ടാമത് പറഞ്ഞ സംഭവം എന്ന് പറയുന്നത് അതെന്തായിരുന്നു? രണ്ടാമത് ഇപ്പൊ പറഞ്ഞത് അതാണ്. അപ്പോ ഈ ഇന്റർകാസ്റ്റ് മാരേജിന്റെ കാര്യം നമ്മളിവിടെ പറഞ്ഞല്ലോ. ഇന്റർകാസ്റ്റ് മാരേജ്, ഇന്റർ റിലീജിയസ് മാരേജ്, ഇങ്ങനെയൊക്കെ ഉള്ളത്, ഇതിനെ കുറിച്ച് ഞാൻ വേറെ ഒരു കാര്യം പറയട്ടെ. ഒരു മതം എന്ന് പറയുന്നത് ഇറ്റ്സ് എ സെറ്റ് ഓഫ് ബിലീഫ്സ്, വിശ്വാസമാണ് അല്ലെ. ഒരു മതത്തിൽപ്പെട്ട ഒരു വ്യക്തി വേറൊരു മതത്തിൽപ്പെട്ട വ്യക്തിയും തമ്മിൽ വിവാഹം കഴിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷേ അവർ തമ്മിൽ പൊരുത്തത്തോടുകൂടി അവർക്ക് പോകാൻ പറ്റണം. ആ പൊരുത്തം ഉണ്ടോ എന്ന് ആദ്യം നോക്കണം. അതാണ് വളരെ ആവശ്യമുള്ളൊരു കാര്യമാണ്. കാരണം ഞാൻ എന്തോ വിശ്വസിക്കുന്നു, നിങ്ങൾ എന്തോ വിശ്വസിക്കുന്നു, ഒരു വീട്ടിൽ നമ്മൾ രണ്ടുപേരും കൂടെ അവസാനം വന്നിട്ട് അവസാനം എന്റെ വിശ്വാസം നിന്റെ വിശ്വാസം അല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ആ വിശ്വാസത്തിന്റെ പേരിൽ നമ്മൾ കലയിക്കാൻ ഇടവന്നു കഴിഞ്ഞാൽ കുടുംബം താറുമാറായി. നമുക്ക് വേണ്ടത് സമാധാനം, ശാന്തി, സന്തോഷമൊക്കെ അല്ലേ. അപ്പൊ കുടുംബ ബന്ധത്തിൽ ദാമ്പത്യ ജീവിതമൊക്കെ വിജയിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു സമാന ചിന്താഗതി വളരെ ആവശ്യമാണ്. എല്ലാ കാര്യത്തിലും ഒരേപോലെ ആകാൻ പറ്റില്ലെങ്കിലും കുറേയൊക്കെ കാര്യങ്ങൾ. അപ്പോൾ മതത്തിന് വലിയ പ്രാമുഖ്യം കൊടുക്കുന്ന വ്യക്തിത്വങ്ങൾ ഇത്തരം വിവാഹങ്ങളെ ഒന്ന് സൂക്ഷിച്ച് കാണണം. അതിനെ ചാടരുത് എന്ന് ഞാൻ ഒരു കാര്യം പറയുന്നു. എല്ലാം മതം നിസ്സാരമായ ഒരു സംഭവമാണ്. അതിന് അത്ര വലിയ പ്രാധാന്യം കൊടുക്കേണ്ട. ജീവിതത്തിൽ മതം എല്ലാം വലിയ കാര്യമെന്ന് കാണുന്നവർക്ക് അവർക്ക് അവർക്ക് അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കുടുംബത്തിന്റെ സപ്പോർട്ട്, സമൂഹത്തിൽ നിന്ന് എന്തെങ്കിലും ഒക്കെ ഇത് ഉണ്ടാകുന്നെങ്കിൽ അത് നമുക്ക് പരിഹരിക്കാൻ പറ്റും. അപ്പൊ പിന്നെ അദ്ദേഹം പറഞ്ഞതിൽ വേറെ കാര്യം ഇതാണ്,
രാഷ്ട്രീയ പാർട്ടികൾ അവര് ഇലക്ഷനിൽ സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ സ്ഥാനാർത്ഥി അതിലൊക്കെ പലതരത്തിലുള്ള ജാതി മതങ്ങളൊക്കെ കണക്കൂട്ടലുകളൊക്കെ വരാറില്ലേ എന്നാണ് ഇപ്പൊ പറഞ്ഞത്. ഞാൻ പറയട്ടെ, ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ സമൂഹത്തിൽ നടക്കുന്ന രാഷ്ട്രീയത്തിൽ പാർട്ടിയെ നിർണയിക്കുമ്പോഴായാലും അല്ലെങ്കിൽ വേറെ എന്ത് പല പല കാര്യങ്ങളിലും, വിവാഹത്തിന്റെ കാര്യം മാത്രമല്ല, എല്ലാ കാര്യങ്ങളിലും ഉച്ചനീചത്വങ്ങളും ഈ പറഞ്ഞ പോലെയുള്ള ഒരു വിശ്വാസക്കുറവും, ചിലർ നമ്മളാണ് ശ്രേഷ്ഠരെന്നും മറ്റൊരു നികൃഷ്ടരായി കാണുന്ന ഒരു അവസ്ഥ, ഇതൊക്കെ വളരെയധികം നിലനിൽക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇതിനെ നമ്മൾ ചോദ്യം ചെയ്യാനും ഇല്ലായ്മ ചെയ്യാനും നല്ല രീതിയിൽ സമാധാനത്തിന്റെ ഭാഷയിൽ സമാധാനപരമായ ഉപാധികളിലൂടെ നമുക്ക് കഴിയും. അതിന് വേണ്ടുന്ന ഒരു പ്രസ്ഥാനമാണ് നമ്മൾ ഈ ഒരുക്കുന്നത്. മിത്രമേളയിലൂടെ നമുക്ക് ജനങ്ങളുടെ അവബോധം സൃഷ്ടിക്കണം. കൂടുതൽ ആളുകൾ ഇവിടെ പറഞ്ഞു, നിങ്ങൾക്ക് ചോദിച്ചത് ഇവിടെ യുവാക്കളുടെ കുറവിനെ കുറിച്ച് പറഞ്ഞു, വൈവിധ്യമായിരുന്ന ആളുകൾ വേറെ വേണമെന്ന് പറഞ്ഞ സമാനം. ഇത് തുടക്കമല്ലേ. ദിസ് ഈസ് ജസ്റ്റ് ദി ബിഗിനിങ് ഓഫ് എ ഗ്രേറ്റ് ജേർണി ഫോർവേഡ്. നമുക്കിനി കുറെ ദൂരം പോകാനുണ്ട്. ആ യാത്ര എന്ന് പറഞ്ഞതിന്റെ തുടക്കമാണിത്. പക്ഷെ ഈ തുടക്കം എവിടെയാണ്? നേരത്തെ 100-300 വർഷം മുമ്പേ ഇതേ നാട്ടിൽ തന്നെ, നമ്മുടെ ഈ രാജ്യത്ത് തന്നെ, നമ്മുടെ കേരളത്തിലൊക്കെ തന്നെ എത്ര മഹത് വ്യക്തികൾ, എത്ര സാമൂഹ്യ പരിഷ്കർത്താക്കൾ, എത്ര ആത്മീയ ആചാര്യന്മാർ, ഇവരെല്ലാം കൊണ്ടുവന്ന് അവർ ഈ സമൂഹത്തിലേക്ക് കൊണ്ടുവന്ന ചിന്താധാരകളും അവരുടെ ആ നല്ല ആശയങ്ങളുമെല്ലാം അത് വിരിഞ്ഞ് വന്നതിൻ്റെ ഒരു അവസ്ഥയാണ് ഇന്ന് നമുക്ക് ഈ മിത്രമേള ഇവിടെ സാധ്യമാക്കുന്ന ഒരു അന്തരീക്ഷം ലഭിച്ചിട്ടുണ്ട്. അങ്ങനെയൊന്നും ആരും വന്നു പോയില്ലായിരുന്നെങ്കിൽ ഇന്നിവിടെ ഇതൊന്നും സാധ്യമാവില്ലായിരുന്നു. മിത്രമേള വരില്ല, ഇപ്പോഴും വരില്ല. അപ്പോ നമ്മൾ ആദ്യം കൃതജ്ഞത നമുക്ക് വേണ്ടത് നമ്മൾക്ക് മുൻപേ വന്നുപോയ കുറേ ആളുകൾ, ഇപ്പോഴും നമുക്ക് ഇതുപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ, അവരോടെല്ലാം ആദ്യം നന്ദി പറയുക. വിശാല മനസ്കരായ ആളുകൾ, അവരൊക്കെ നമുക്ക് ഇപ്പൊ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് സ്ത്രീകളുടെ അവസ്ഥ എന്തായിരുന്നു, ഈ ലോകത്ത് തന്നെ എന്തായിരുന്നു, അല്ലെങ്കിൽ ഭാരതത്തിൽ കേരളത്തിൽ എന്തായിരുന്നു ആലോചിച്ചു. ഇന്നിവിടെ സ്ത്രീകളാണ് നമ്മുടെ മുഖ്യാതിഥി. നമുക്ക് അഭിമാനത്തോടുകൂടി പറയാം, എല്ലാവരും കൈയടി കൊടുക്കും, മുഖ്യാതിഥി ഒരു സ്ത്രീയാണ്. അപ്പോ ഇതായിരുന്നു ഇവിടുത്തെ അവസ്ഥ. ഇതുപോലെയല്ലേ ജാതിയുടെ മതത്തിന്റെ ഒക്കെ പേരിൽ ഇതുപോലെയുള്ള രീതികളായിരുന്നില്ലേ? പക്ഷെ അതൊക്കെ മാറിക്കിട്ടിയില്ലേ, മാറിക്കൊണ്ടിരിക്കുകയല്ലേ. സോ ലെറ്റ്സ് ഹോപ്പ് ആൻഡ് ലെറ്റ്സ് work towards that, for the fulfillment of that very noble goal that we are setting here. What's our goal? നമ്മുടെ goal എന്താണ്? നമുക്ക് we want the welfare of the world, not of a single family, not of a community, not of a country, but of the whole world. World എന്ന് പറയുമ്പോൾ അവിടെ വൈവിധ്യമായിരുന്ന ഭാഷ, സംസ്കാരം, ജാതി, മതം എല്ലാം നിലനിന്നോട്ടെ. ഒന്നിനും അടിച്ചടക്കാൻ ശ്രമിക്കണ്ട. എല്ലാം അതിൻ്റെതായ രീതിയിൽ പോട്ടെ. പക്ഷെ കൈക്കോർത്ത് നമുക്ക് എവിടെയൊക്കെ ചേർന്ന് ഒത്തൊരുമയോടുകൂടി സമാധാനത്തോടുകൂടി മുമ്പോട്ട് പോകാം, അതിനുള്ള പരിശ്രമമാണ് നമുക്ക് ചെയ്യേണ്ടത്. സോ ദാറ്റ്സ് വാട്ട് വി ആർ ഗോയിങ് ടു ഡു. നമ്മുടെ മിത്രമേളയിൽ നിങ്ങൾ എല്ലാവരും വളരെയധികം നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പോട്ട് പോകുന്നു. അതിന് ഞാൻ ഒരിക്കൽ കൂടി സന്തോഷത്തോടു കൂടി നന്ദി പറയുകയാണ്. ഇനി ചോദ്യങ്ങളുണ്ടെങ്കിൽ, നമുക്ക് സമയമുണ്ടെങ്കിൽ നമുക്ക് ആൻസർ ചെയ്യാം. സമയം കഴിഞ്ഞു. സോ ദാറ്റ്സ് വൈ നമുക്കിപ്പോൾ ഒന്ന് നന്ദി പറയാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ മനോജ് മാഷിനെ വിളിക്കുകയാണ്. സമയമില്ലാത്തത് കൊണ്ട് ആങ്കർസ് റോൾ ഐ ഹാവ് ടേക്കൻ. സോറി മനോജ് മാഷ്, 2 വാക്ക്.